തിരുവനന്തപുരം മംഗലപുരം മുൻ ഏരിയ സെക്രട്ടറി മധു മുല്ലശ്ശേരിയെ പുറത്താക്കാൻ സിപിഐഎം. മധു പാർട്ടിക്കെതിരെ അപവാദ പ്രചാരണം നടത്തിയെന്ന് ജില്ലാ സെക്രട്ടറി വി ജോയ് ആരോപിച്ചു. അച്ചടക്ക നടപടി ഉണ്ടാകുമെന്ന് പറയാൻ താൻ ഇപ്പോൾ കമ്മ്യൂണിസ്റ്റുകാരനല്ലെന്ന് മധു മുല്ലശ്ശേരി പറഞ്ഞു. ജില്ലാ സെക്രട്ടറി വി ജോയ് പാർട്ടി സംസ്ഥാന കമ്മിറ്റിയിലെത്തിയത് പലരെയും സ്വാധീനിച്ചാണെന്നും മധു മുല്ലശ്ശേരി ആരോപിച്ചു. അവിടെ യഥാർത്ഥത്തിൽ ആ കമ്മിറ്റിയുടെ പാനൽ വെച്ചത് മധുവാണ്, പഴയ സെക്രട്ടറിയാണ്. മംഗലപുരത്തെ സംബന്ധിച്ചിടത്തോളം ഏരിയ കമ്മിറ്റി യോഗം ചേർന്നപ്പോൾ രണ്ടാമത് ഞാൻ പറഞ്ഞതാണ് സംഭവിച്ചത്. അവിടെ ഒരു പേര് കൂടി വന്നു സെക്രട്ടറി ആയിട്ട്. അപ്പോൾ സ്വാഭാവികമായി ജനാധിപത്യപരമായി അതിനകത്ത് പരിശോധന നടത്തണം. അങ്ങനെ പരിശോധന നടത്തിയപ്പോൾ ഇപ്പോഴും സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ട ജലീലിനാണ് ഭൂരിപക്ഷം ഉണ്ടായത്. അപ്പോൾ ഭൂരിപക്ഷം കിട്ടിയ ആള് സെക്രട്ടറി ആവുക എന്നുള്ളത് ഞങ്ങളുടെ പാർട്ടിപരമായിട്ടുള്ള തത്വമാണ്. അപ്പോൾ തികച്ചും സത്യവിരുദ്ധമായിട്ടുള്ള ഒരു കാര്യമാണ് ഇന്നലെ മാധ്യമങ്ങൾക്ക് മുമ്പിൽ പറഞ്ഞത്. സ്വാഭാവികമായിട്ട് ഒരു ചർച്ച അക്കാര്യത്തിൽ വരും. മധുവിന്റെ നിലപാടിനെ സംബന്ധിച്ച് പാർട്ടിക്ക് വ്യത്യസ്ത അഭിപ്രായമാണുള്ളത്. ലീഡർഷിപ്പ് അക്കാര്യത്തെക്കുറിച്ച് ചർച്ച ചെയ്തിട്ടുണ്ട്. ഞങ്ങൾക്ക് മാത്രമായിട്ട് തീരുമാനിക്കാൻ പറ്റില്ല. ഞങ്ങളുടെ ഉപരി കമ്മിറ്റിയുമായിട്ടെല്ലാം ആലോചിച്ച് അത് യഥാസമയത്ത് അറിയിക്കും. അദ്ദേഹം പാർട്ടി അല്ല, ഈ അച്ചടക്ക നടപടി ഉണ്ടാവുമെന്ന് പറയാനും ഞാൻ ഇന്നിപ്പോൾ കമ്മ്യൂണിസ്റ്റുകാരനല്ല. ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് സമ്മേളനത്തിൽ നിന്ന് ഇറങ്ങി വന്ന ഒരാളാണ്. ഈ അച്ചടക്ക നടപടിയും പാർട്ടി രീതിയൊക്കെ എനിക്ക് അറിയാവുന്ന ഒരാളാണ്. അവരിന്ന് നടത്തിയ സംഘടനാപരമായി നടത്തിയ ഒരു കാര്യമെന്ന് മാത്രമേ ഞാൻ വിശ്വസിക്കുന്നുള്ളൂ. വി ജോയി എന്ന ജില്ലാ സെക്രട്ടറി നടത്തിയ വിഭാഗീയ പ്രവർത്തനം അത് അന്വേഷിക്കണമെന്ന് ഞാൻ പാർട്ടി നേതൃത്വത്തോട് പല പ്രാവശ്യം ആവശ്യപ്പെട്ടതാണ്. എന്നും അധികാരത്തിന്റെ പിറകെ പോയ ഒരു ആളാണ് വി ജോയി. സൊസൈറ്റി മത്സരം ഉണ്ടായാൽ അവിടെ മത്സരിക്കണം, പഞ്ചായത്ത് ഉണ്ടായാൽ അതിൽ മത്സരിക്കണം. അതിനുശേഷമാണ് പലരെയും സ്വാധീനിച്ച് ഒരു ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആയിട്ടില്ല, ഒരു പാർട്ടി ഏരിയ സെക്രട്ടറി ആയിട്ടില്ല. ഒന്നും ആവാതെ ഇന്ന് പാർട്ടി സംസ്ഥാന കമ്മിറ്റിയിലെത്തി. അതിനെല്ലാം ഒരുപാട് കാര്യങ്ങളുണ്ട്. പലരെയും സ്വാധീനിച്ചു. സമ്മേളന പ്രതിനിധി അല്ലാത്ത ആളാണ് സമ്മേളനത്തിൽ സംസ്ഥാന കമ്മിറ്റി അംഗമായി വന്നത്. വി ജോയ്ക്ക് പിന്തുണയുമായി സംസ്ഥാന നേതൃത്വം. സമ്മേളനം നടന്നത് ജനാധിപത്യപരമായെന്ന് കടകംപള്ളി സുരേന്ദ്രൻ പ്രതികരിച്ചു. സുനിഷ അയലൂർ നൽകും കൂടുതൽ വിവരങ്ങൾ. സുനിഷ അയലൂർ, ഇവിടെ മധു മുല്ലശ്ശേരിയോട് ഒരു കടക്കുപുറത്ത് ലൈനാണോ? അങ്ങനെ പുറത്തേക്ക് വിടാനായി ഞാനിപ്പോൾ അകത്തല്ലല്ലോ എന്ന് മധുവിന്റെ മറുപടിയും കാണുന്നു. എങ്ങോട്ടാണ് കാര്യങ്ങളുടെ പോക്ക്? ഏതായാലും CPM ജില്ലാ നേതൃത്വത്തിന്റെ തീരുമാനം കടക്കുപുറത്ത് എന്ന ലൈൻ തന്നെയാണ്. കാരണം ഇന്ന് ചേർന്ന ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ കൃത്യമായി മധു മുല്ലശ്ശേരിക്കെതിരെ നടപടിയെടുക്കുമെന്നൊരു തീരുമാനം ജില്ലാ സെക്രട്ടറിയായ വി ജോയും ഒപ്പം തന്നെ കടകംപള്ളി സുരേന്ദ്രന്റെയും വാക്കുകളിൽ തന്നെ വ്യക്തവുമാണ്. ഈ പറഞ്ഞതുപോലെ ഈ അവാസ്തവമായ കാര്യങ്ങളാണ് ഈ മധു മുല്ലശ്ശേരി പറഞ്ഞിരിക്കുന്നത് എന്നത് തന്നെയാണ് ജില്ലാ സെക്രട്ടറി അടക്കം പറയുന്നത്. അസത്യ പ്രചരണമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത്തരത്തിലൊന്നും തന്നെ ഈ സെക്രട്ടറി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് 2 പേരുകൾ 17ഓളം ഏരിയ സമ്മേളനങ്ങൾ നടന്നിട്ടുണ്ട്. പക്ഷേ ഈ മംഗലപുരം സമ്മേളനത്തിൽ മാത്രമാണ് ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉയരുന്നത്. നേരത്തെ തന്നെ സെക്രട്ടറിമാരുടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് 2 പേരുടെ പേരുകൾ ഉയർന്നിരുന്നു. അതുകൊണ്ടാണ് ജനാധിപത്യപരമായ രീതിയിൽ തന്നെ വോട്ടെടുപ്പോടെ സെക്രട്ടറിയെ തിരഞ്ഞെടുത്തത് എന്നതാണ് ജില്ലാ സെക്രട്ടറി പറയുന്നത്. ഒപ്പം തന്നെ കടകംപള്ളി സുരേന്ദ്രനും പറഞ്ഞിരിക്കുന്നത് അനുനയിപ്പിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങില്ല എന്നതാണ്. ഏതായാലും തിരികെ പാർട്ടിയിലേക്ക് കൊണ്ടുവരിക അല്ലെങ്കിൽ പാർട്ടിയിൽ മധുവിനെ നിലനിർത്തുക എന്ന കാര്യത്തിൽ ഏതായാലും അങ്ങനെ ഒരു അനുനയിപ്പിക്കുന്ന സ്വഭാവം ഇനിയില്ല എന്നത് തന്നെയാണ്. ഒപ്പം ആലോചിച്ചുകൊണ്ട് നടപടികളിലേക്ക് കടക്കുമെന്നത് തന്നെയാണ് ഇരു കൂട്ടരും പറയുകയും ചെയ്യുന്നത്. അതേസമയം തന്നെ ഇത്തരത്തിലൊരു അച്ചടക്ക നടപടിയിലേക്ക് കടക്കുകയാണല്ലോ കാര്യങ്ങൾ എന്ന ചോദ്യത്തിന് മധു പറയുന്ന ഉത്തരം താനിപ്പോൾ പാർട്ടിയിലില്ലല്ലോ, പാർട്ടിയിലില്ലാത്ത താൻ എങ്ങനെ തനിക്കെതിരെ എങ്ങനെ അച്ചടക്ക നടപടി എടുക്കുമെന്നൊരു ചോദ്യമാണ് തിരിച്ചു ചോദിക്കുന്നത്. ഒപ്പം തന്നെ ഈ പറയുന്നത് പോലെ 2 ദിവസത്തിനകം പാർട്ടിയിൽ നിന്നും പുറത്തേക്ക് പോകുമെന്നൊരു സൂചന നൽകുന്നു. മറ്റൊരു പാർട്ടിയിലേക്ക് താൻ എത്തുമെന്നൊരു സൂചന കൂടി മധു നൽകുകയും ചെയ്യുന്നുണ്ട്. പ്രധാനമായും പറഞ്ഞത് കോൺഗ്രസ്, മുസ്ലിം ലീഗ്, BJP ഒപ്പം തന്നെ അൻവറിന്റെ DMK-യിൽ അടക്കം ചർച്ച, PV അൻവർ അടക്കം ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നോട് ചർച്ച നടത്തിയിട്ടുണ്ട് എന്നതാണ്. പക്ഷേ ഏത് പാർട്ടിയിലേക്ക് പോകണമെന്ന കാര്യത്തിൽ നിലവിൽ തീരുമാനമെടുത്തിട്ടില്ല. പക്ഷേ 2 ദിവസത്തിനകം തന്നെ അതിൽ തീരുമാനം കൈക്കൊള്ളുമെന്നതാണ് അദ്ദേഹം പറയുകയും ചെയ്തത്. ഒപ്പം തന്നെ വി ജോയിക്കെതിരെ കഴിഞ്ഞ ദിവസം എങ്ങനെയാണോ ആരോപണം ഉന്നയിച്ചിരുന്നത് അതേ രീതിയിൽ തന്നെ ഗുരുതരമായ ആരോപണങ്ങൾ ഇന്നും ഉയർത്തുകയും ചെയ്യുന്നുണ്ട്. അതിൽ പറഞ്ഞത് സാമ്പത്തിക ആരോപണം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ താൻ മാത്രം ഉയർത്തുന്നതല്ല, അവിടെയുള്ള ജനങ്ങൾ ഇതേ വിഷയം തന്നെ ഉയർത്തുന്നുണ്ട് എന്നതാണ്. ഒപ്പം ഈ ജില്ലാ സെക്രട്ടറി ഈ സംസ്ഥാന ഇപ്പോൾ മഴ അവിടെ തകർത്തു പെയ്യുകയാണ്. അതുപോലെ ആരോപണങ്ങളുടെ ഒരു പെരുമഴയാണോ മധു മുല്ലശ്ശേരി കാത്തുവച്ചിരിക്കുന്നത്? കൂടുതൽ എന്തൊക്കെ കാര്യങ്ങൾ പറയും എന്നതാണ് അറിയേണ്ടത്. എങ്ങോട്ടാണ്? പല പാർട്ടികൾ സ്വാഗതം ചെയ്തു എന്ന് പറയുമ്പോൾ അതിലേതാണ് മധു മുല്ലശ്ശേരി തിരഞ്ഞെടുത്തെന്നറിയാനും നമുക്ക് കാത്തിരിക്കാം. നോക്കാം ബ്രേക്കിംഗ് അവേഴ്സിൽ ഈ മണിക്കൂറിലെ തലക്കെട്ട്.